ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സച്ചി ഇപ്പോൾ ഓട്ടമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ഈ സമയത്ത് വാതിൽ പുറത്ത് സിറ്റൗട്ടിൽ അനഘയും കമലയും വളരെയധികം വിഷമത്തോടെ ഇരിക്കുന്നുണ്ട്. ഇത് കണ്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി എന്ന് ചോദിക്കുന്നു. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഇപ്പോൾ അനഘയും കമലയും കൂടി ആതിരയുടെ വിഷമങ്ങൾ, ആതിര വളരെയധികം വിഷമത്തോടെയാണ് ഇരിക്കുന്നതെന്നൊക്കെ സച്ചിയോട് പറയുകയാണ്. ആതിര മനസ്സിൽ ചില കണക്കുകൂട്ടലൊക്കെ ഉദ്ദേശിച്ചായിരുന്നു വക്കീൽ നോട്ടീസ് അയച്ചത്. പക്ഷേ അതിങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് അനഘ പറയുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, സന്ദീപ് വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കൂ എന്ന് സച്ചി പറയുന്നുണ്ട്. അവൻ്റെ ഈ വാശിയും വൈരാഗ്യവും തീരുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകും എന്നും സച്ചി പറയുന്നു. എനിക്കാണെങ്കിൽ ഒരു സമാധാനവുമില്ല. സന്ദീപിനെ എന്തോ കൈവശം കൊടുത്ത് അവന്തിക മയക്കിയെടുത്തതാണ്, അല്ലാതെ ഒന്നുമല്ല എന്ന് കമല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെ കൈവശം കൊടുത്താൽ മയങ്ങണ്ടവനാണോ? അവൻ ഇത്രയും പ്രായമായില്ലേ? ഒരു ഭാര്യയും കുഞ്ഞും അവനില്ലേ എന്നൊക്കെ സച്ചിയും ചോദിക്കുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ടെന്താ കാര്യം? എൻ്റെ മോളുടെ കണ്ണുനീര് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വളരെയധികം സങ്കടത്തോടെ പറയുന്നുണ്ട് കമല. അവന്തികയുടെ സ്വഭാവം അവന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് സച്ചി പറയുന്നു. സേതുവേട്ടനില്ലാത്തതിൻ്റെ വിഷമം ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്ന് കരഞ്ഞുകൊണ്ട് കമല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അച്ഛൻ അന്നേ പോയത് നന്നായി, ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ എന്ന് സച്ചി പറയുന്നുണ്ട്. സന്ദീപിനെ ഒന്ന് പോയി കണ്ട് സംസാരിക്കുന്ന കമല പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ 2 ദിവസത്തേക്ക് ഇവിടെ കാണില്ല, ദൂരെ ഒരു യാത്രയുണ്ട്, ഞാൻ പോയിട്ട് വരട്ടെ, എന്നിട്ട് അവനെ പോയി കാണാം. വേണമെങ്കിൽ അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിവിടെ കൊണ്ടുവരാം. എന്തായാലും ഞാനൊന്ന് പോയി ആതിരയോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അകത്തേക്ക് പോകുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സ്വാമിജി അർച്ചനയോട് തൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനായി പറയുന്നുണ്ട്. അർച്ചനയുടെ കണ്ണുകളിലേക്ക് ഇങ്ങനെ സ്വാമിജി നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സ്വാമിജിക്ക് മനസ്സിലാകുന്നുണ്ട്. തൊട്ടരികിൽ തന്നെ ശോഭനയും ഗോകുലും നിൽക്കുന്നുണ്ട്. അപകടം നടന്ന രാത്രിയിൽ ഓർമ്മകൾ മാത്രമല്ലല്ലോ നഷ്ടപ്പെട്ടത് എന്ന് സ്വാമിജി ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല സ്വാമിജി എന്ന് അർച്ചന പറയുന്നു. ഇത് കേട്ടിട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, ആക്സിഡൻറ്റ് നടന്ന അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു എന്ന്. നിങ്ങൾ അല്ലേ എന്ന് സ്വാമിജി ചോദിക്കുന്നുണ്ട്. എനിക്ക് ഓർമ്മകൾ തിരികെ ലഭിക്കുമോ സ്വാമിജി എന്ന് അർച്ചന ചോദിക്കും. അതിന് ഓർമ്മകൾ എവിടെയും പോയിട്ടില്ലല്ലോ, ചിലരതിനെ പൂട്ടി വെച്ചിരിക്കുകയാണ് എന്നും വിഷമിക്കേണ്ട. അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ വന്ന് ചേരാൻ പറ്റുകയുള്ളൂ. പക്ഷേ വന്നു ചേർന്നാൽ ഏത് രോഗവും പൂർണ്ണമായി മാറും എന്നും സ്വാമിജി പറയുന്നു. എന്നിട്ട് വീണ്ടും ഗുരുജി പറയുന്നുണ്ട്, കുട്ടി ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നഷ്ടപ്പെട്ട ഓർമ്മകളെല്ലാം ഇവിടെ നിന്നും തിരികെ നൽകുന്നതായിരിക്കും. എല്ലാത്തിനും ഞാനൊരു നിമിത്തമാകുന്നു എന്ന് മാത്രം. ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. കുട്ടിയുടെ ഓർമ്മകളെ ആരോ ഭയപ്പെടുന്നുണ്ട് എന്ന് സ്വാമിജി ഇപ്പോൾ ശോഭനയെ നോക്കിയതിന് ശേഷം പറയുന്നു. ഇത് കേട്ടിപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, ഇവിടുത്തെ ചികിത്സാ രീതികൾ എന്തായാലും എങ്ങനെയാണെങ്കിലും അത് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. എങ്ങനെയെങ്കിലും ഇയാളുടെ ഓർമ്മയൊന്ന് തിരിച്ചു കിട്ടിയാൽ മതി. ഉടനെ സ്വാമിജി പറയുന്നുണ്ട്, ചികിത്സയെല്ലാം നടത്താം, പക്ഷേ രോഗിയുടെ ആത്മസമർപ്പണമാണ് ഏറ്റവും പ്രധാനമെന്ന് സ്വാമിജി പറയുന്നു. ഈ കുട്ടിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാതിരിക്കാൻ ഏതോ ശക്തികൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെന്നും സ്വാമിജി പറയുന്നു. എന്നിട്ട് ശോഭനയൊന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സ്വാമിജി ഓരോ കാര്യങ്ങൾ, ചികിത്സയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അർച്ചനയ്ക്ക്. എന്നിട്ട് നാളെ മുതൽ ചികിത്സ ആരംഭിക്കാമെന്നും പറയുന്നുണ്ട്. ഇത് കേട്ട് വളരെയധികം ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് ശോഭന. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി ഇപ്പോൾ ആതിരയോട് സംസാരിക്കാനായി വന്നിട്ടുണ്ട്. നീ എന്താ കഴിക്കുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ എനിക്ക് വിശപ്പില്ല എന്ന് ആതിര പറയുന്നുണ്ട്. എനിക്കൊന്ന് മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ആതിര പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അതാ നല്ലത്. ഡിവോഴ്സ് നോട്ടീസ് അയക്കാൻ കാണിച്ച ആ ഒരു ധൈര്യം ചോർന്നു പോയോ എന്നും ചോദിക്കുന്നു. സന്ദീപും നീയും പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിന് എത്രയോ മുമ്പ് അർച്ചനയെ കല്യാണം കഴിച്ചതിന് ശേഷം മുതൽ ഞാൻ നിന്നെ കണ്ടു തുടങ്ങിയതാണ്. എൻ്റെ അനിയൻ്റെ ഭാര്യയായിട്ടോ അർച്ചനയുടെ അനിയത്തിയായിട്ടോ അല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്, എൻ്റെ സ്വന്തം കൂടപ്പിറപ്പായിട്ടാണ്. ഒരിക്കലും ധൈര്യം കൈവിടരുത്, ഒരിക്കലും തളർന്നു പോകരുത്. തളർന്നു പോയാൽ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല. പ്രശ്നങ്ങളെ നേരിടണം എന്നൊക്കെ സച്ചി പറയുമ്പോൾ ആതിര പറയുന്നുണ്ട്, പറ്റില്ല, എനിക്ക് സന്ദീപില്ലാതെ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഉടനെ സച്ചി പറയുന്നുണ്ട്, എല്ലാം കലങ്ങി തെളിയും, സന്ദീപ് നിൻ്റെ അരികിലേക്ക് തിരിച്ചു വരും, അന്ന് നിൻ്റെ കണ്ണീരിന് വിലയുണ്ടാകും. അതുവരെ നീ തളർന്നു പോയാൽ അമ്മുക്കുട്ടിയുടെ അവസ്ഥ എന്താകും? നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നീ അമ്മുക്കുട്ടിയുടെ മുഖം ആലോചിക്കണം. അപ്പോൾ എല്ലാത്തിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടും എന്നൊക്കെ സച്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ആതിരയ്ക്ക്. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയ്ക്ക് തൻ്റെ മകളായ ഗൗരിയോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്നൊക്കെ ആലോചിച്ചിരിക്കുന്നുണ്ട് ഗോകുൽ അവിടെ ഇരിക്കുന്നത് കണ്ട് സ്വാമിജി ഇപ്പോൾ ഗോകുലിൻ്റെ അരികിലേക്ക് വരുന്നു. ചില കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ലല്ലേ, നമ്മൾ പേടിക്കുന്നത് നമ്മുടെ നഷ്ടങ്ങളെക്കുറിച്ചാണ്. അതിനപ്പുറം മറ്റുള്ളവരുടെ നഷ്ടങ്ങളെ
കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ലെന്നും അത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണെന്നും പറയുന്നുണ്ട് സ്വാമിജി. സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു നിർത്തുന്നത് മാത്രമല്ല, വിട്ടുകൊടുക്കുന്നതും കൂടിയാണ്. ഒന്ന് മാത്രം മനസ്സിൽ വിചാരിക്കുക, ഈ കാലവും കടന്നു പോകും. ഇത്രയും പറഞ്ഞ് ഗോകുലിനെ സമാധാനപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് സ്വാമിജി. പിന്നീട് കാണിക്കുന്നത് സച്ചിയും ആരതി വക്കീലും കൂടി ഇപ്പോൾ ആശ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ. സ്വാമിജിയെക്കുറിച്ചാണ് ഇപ്പോൾ ആരതി സച്ചിയോട് സംസാരിക്കുന്നത്. കുട്ടിക്കാലം മുതൽ ഞാൻ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കില്ല, നമ്മൾ കാണണമെന്ന് വിചാരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ സ്വാമിജിയുടെ മനസ്സിൽ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അതിൽ നമ്മൾ അറിയാതെ നമ്മൾ സ്വാമിജിയുടെ മുന്നിലെത്തും. അതാണ് നിയോഗം. എനിക്ക് തോന്നുന്നത് സച്ചിക്കിപ്പോൾ ആ നിയോഗം കിട്ടിയിരിക്കുന്നു എന്നാണ്. സച്ചിയുടെ ജീവിതത്തിൽ നല്ലതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഈ യാത്ര എന്നും ആരതി പറയുന്നു. ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഈ ചിത്രപൗർണമി എൻ്റെ ജീവിതം മാറ്റിമറിക്കുമെന്നാണ് തോന്നുന്നത്. ഉടനെ ആരതി പറയുന്നുണ്ട്, എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിലും ചിത്ര പൗർണമിയുടെ അന്ന് ഒരു മാറ്റങ്ങളൊക്കെ സംഭവിക്കും. ചിലപ്പോൾ സച്ചിയുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാമെന്ന് ആരതി പറയുന്നു. ഇത് കേട്ട് സച്ചി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വർഷങ്ങൾക്ക് ശേഷം ആ ഹോസ്പിറ്റലിൽ വെച്ച് ഒരു മിന്നായം പോലെ അർച്ചനയെ കണ്ടു. ചിലപ്പോൾ വക്കീൽ പറയുന്നത് പോലെ എല്ലാം ശരിയാകുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് സച്ചി. ശേഷം ഗൗരിമോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. ശിശിരെ ഇപ്പോൾ നോക്കുമ്പോൾ ഗൗരി സ്കൂളിലേക്ക് പോകാൻ റെഡിയാവാതെ ഇങ്ങനെ സോഫയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അമ്മ വന്നാലും ഞാൻ ഒരുങ്ങൂ എന്ന് പറഞ്ഞ് ശിശിരോട് വാശി പിടിക്കുകയാണ് ഗൗരിമോള്. ശിശിര വളരെയധികം സ്നേഹത്തോടെ മോള് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്നാൽ ഗൗരി വാശി പിടിക്കുന്നത് കണ്ട് ശിശിരയ്ക്കാകെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗൗരിമോളോട് ദേഷ്യപ്പെടുകയാണ് ശിശിര. മര്യാദയ്ക്ക് വേഗം വന്ന് ഒരുങ്ങി സ്കൂളിൽ പോകാൻ നോക്ക് എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുന്നത് കേട്ട് ഗൗരി ഇപ്പോൾ കരയുന്നുണ്ട്. എല്ലാവരും കൂടെ പെണ്ണിനെ കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശിശിര അവിടെ നിന്ന് പോകുന്നു. ഈ സമയം തന്നെ അർച്ചനയെ കാണിക്കുന്നുണ്ട്. അർച്ചനയെ ചികിത്സയ്ക്കായി റെഡിയാക്കി കൊണ്ടുപോകുന്നു. ഈ നിമിഷം മുതൽ മറ്റൊന്നും ചിന്തിക്കരുത് എന്നൊക്കെ ആ സ്വാമിനി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ഞാൻ എല്ലാം ചെയ്യാം, എന്തും അനുസരിക്കാമെന്നൊക്കെ അർച്ചനയും അവരോട് പറയുന്നു. ഈ സമയം സച്ചിയും ആരതിയും ഇപ്പോൾ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. അവർ കാറിൽ നിന്നും ഇറങ്ങുന്നു. അവിടേക്ക് ഇറങ്ങി നിന്ന് സച്ചി ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. അന്ന് സ്വാമിജി പറഞ്ഞ ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ സച്ചി ആലോചിക്കുന്നത്. ഇനി വരുമ്പോൾ അകത്തേക്ക് കയറണം എന്നൊക്കെ പറഞ്ഞത്. ഉടനെ ആരതി ചോദിക്കുന്നുണ്ട്, എന്താ അകത്തേക്ക് വരുന്നില്ലേ? ഇത്തവണയും കാറിൽ തന്നെ ഇരിക്കാനാണോ പരിപാടി? ഉടനെ സച്ചി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ വരും. എൻ്റെ അർച്ചനയും എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടാൻ ഞാൻ വരുമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് സച്ചി. പുറകെ ഇപ്പോൾ ആരതിയും കൂടെ ചെല്ലുന്നുണ്ട്. സ്വാമിജി ഇപ്പോൾ പൂജയിലും പ്രാർത്ഥനയിലുമായിരുന്നു. അവിടേക്ക് ഇപ്പോൾ സച്ചിയും ആരതിയും വന്ന് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.